ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനൊരു 2-3 ദിവസം മുന്നേ മസിലപ്സ് ട്രൈ ചെയ്തപ്പോൾ ആക്ച്വലി എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. ഒരു 3 തവണ ഞാൻ കുഴപ്പമില്ലാതെ ചെയ്തായിരുന്നു. ഫോം അത്ര കറക്റ്റ് അല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോഴത്തേക്കുവാണെങ്കിൽ സെക്കൻഡ് ഡേ കിട്ടിയില്ല. എന്താ അറിയത്തില്ല, ബാറിൻ്റെ പകുതി വരെ എത്തിയാലും പിന്നെ അത് എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഷോൾഡേഴ്സിനും എൽബോസിനും നല്ല വേദനയായിരുന്നു. ഇന്ന് എന്തായാലും ഞാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. കിട്ടുന്നിടം വരെ ട്രൈ ചെയ്യണമല്ലോ, അതല്ലേ അല്ലേ സ്നോ? ദൂരെ ഒരു പട്ടി കാണുന്നുണ്ടോ? അവൻ എന്നെ മൈൻഡ് ചെയ്യാതെ പോയി. പട്ടീനെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ മഴയുണ്ട് ചെറുതായിട്ട്. എന്തായാലും പ്രോഗ്രസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. Do you have time to talk about our Lord and Savior Jesus Christ? അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ലൈക്ക് ഞാൻ മസിലപ്പ് ആദ്യത്തെ 3 ദിവസം ട്രൈ ചെയ്തപ്പം എൻ്റെ എൽബോസും ഷോൾഡേഴ്സും ഒക്കെ ആദ്യത്തെ 2-3 റെപ്പിറ്റേഷൻസ് വിയേർഡ് പൊസിഷനിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ മാക്സിമം വരാതിരിക്കുക. കാരണം അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താ പറയുക, നമ്മുടെ ഓരോ ജോയിൻസിന് സ്ട്രെയിൻ കൂടാം, ചിലപ്പോൾ ഇഞ്ചുറീസ് വരാം, വേദനയും വരാം. എനിക്ക് ആക്ച്വലി വേദനയായിരുന്നു. അത് കാരണം ഞാൻ ഓരോ ദിവസം റെസ്റ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ അടുത്ത ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മസിലപ്പ് ചെയ്യുമ്പോഴത്തേക്കും മിനിമം റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പുള്ളപ്സ് മിനിമം ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ 10 ഡിപ്സ് ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ ബാറിൽ ഹാങ് ചെയ്ത് നമ്മുടെ ബാറിൻ്റെ മുകളിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ മൂവ്മെൻറ്റ്, ഇത് 3 നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ നോർമലി മസിലപ്പിന് വേണ്ടി ഒരു പുള്ളപ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ പുള്ളപ്സ് ചെയ്യുക. നോർമലി നമ്മളൊരു പുള്ളപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താ, നമ്മൾ പുള്ള് ചെയ്ത് നമ്മുടെ ചിന്നിൻ്റെ താഴെ വരെയാണ് ബാർ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഹൈ പുള്ളപ്സ് ചെയ്യുന്ന സമയത്ത് ആ പുള്ളപ്പ് ബാറ് നമ്മൾ പുള്ള് ചെയ്ത് നമ്മുടെ ചെസ്റ്റ് വരെ എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിപ്സ് പ്രാക്ടീസ് ചെയ്യുക. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഡിപ്സ് ചെയ്യാൻ വേണ്ടി മെഷീൻസ് കാണും. വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ചെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും കഴിയാവുന്നവരാണെങ്കിൽ സ്ട്രെയിറ്റ് ബാർ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ബാർ ഡിപ്സ് തന്നെ ചെയ്യുക. അതാണ് മസിലപ്സ് നമ്മളോട് ഉപകാരപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മസിലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമുക്ക് നോർമൽ പുള്ളപ്പ് ട്രീറ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നോർമലി നമ്മൾ പുള്ളപ്സിൽ എന്താ സ്ട്രെയിറ്റ് നമ്മൾ പുള്ള് ചെയ്യുവാണ്, ആ രീതി ചെയ്യരുത്. നമ്മൾ മസിലപ്പിന് വേണ്ടി പുള്ളി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കേർവ്ഡ് ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അതായത് ഹാങ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കുറച്ച് സ്വിങ് ചെയ്ത് ബാക്കിലേക്ക് വന്ന് ഒരു സി ടൈപ്പ് മോഷനായിട്ട് വേണം നമ്മൾ പുള്ളപ്പ് ബാറിൻ്റെ മേളിലേക്ക് നമ്മൾ പുള്ളി ചെയ്യാൻ വേണ്ടി. അത് ഞാൻ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് മസിലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക ഇൻഡിവിജ്വലി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മസിലപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇത് 3 ആണ് ഞാൻ ഇൻഡിവിജ്വലി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് പുള്ളപ്പ് പ്രാക്ടീസ് ചെയ്തു, ഡിപ്സ് പ്രാക്ടീസ് ചെയ്തു, പിന്നെ ആ ഒരു ട്രാൻസിഷൻ മൂവ്മെൻറ്റും ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ലൈക്ക് ഞാൻ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത് മസിലപ്പിലേക്ക്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു മസിലപ്പ് ചെയ്ത് താഴെ വന്ന് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ അടുത്ത മസിലപ്പ് ചെയ്യുന്നത്. ഒരു മസിലപ്പിൻ്റെ തുടർച്ചയായി തന്നെ അല്ല ഞാൻ അടുത്ത് ചെയ്യുന്നത്, ബാക്ക് ടു ബാക്ക് അല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം ഇനി ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ഒരു ബാക്ക് ടു ബാക്ക് ഒരു 5 എണ്ണമെങ്കിലും മിനിമം ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്നാലേ നമുക്ക് ഈ ഓരോ മൂവ്മെൻറ്റ്സും ആക്ച്വലി നമുക്ക് ലൈക്ക് ഈസി ആവുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം ഇനി പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ അടുത്ത പ്രോഗ്രഷൻസ് വേറെ വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്.